വെൽക്കം ടു മൈ ചാനൽ ഗാരേജ് 08. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോട്ടോർ ചെയിൻ ഡ്രൈവിൻ്റെ മെയിൻ്റനൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ചെയിനാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ബൈക്കിൻ്റെ എൻജിനിലുള്ള കംപ്ലീറ്റ് പവർ ബാക്ക് വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചെയിൻ വഴിയാണ്. അപ്പോൾ ചെയിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെയറാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വൈബ്രേഷൻസ്, പിന്നെ ചെയിൻ നോയ്സ്, ഓടിക്കാനുള്ള സ്മൂത്ത്നെസ്, ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെ യൂസ് ചെയ്യും, എന്തൊക്കെ ഏജൻസാണ് യൂസ് ചെയ്യണത്, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യണത്, പിന്നെ ചെയിനെ എങ്ങനെ കെയർ ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരു ചെയിൻ ക്ലീനർ, ചെയിൻ ലൂബ്. ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന മോട്ടോൾ C1 C2 ചെയിൻ കെയറിൻ്റെ ഏജൻസാണ്. പിന്നെ 8mm T സ്പാനർ, ചെറിയ സ്ക്രൂ ഡ്രൈവർ, 22mm 10mm 14mm സ്പാനേഴ്സ്, പിന്നെ 6mm എലങ്കി. പിന്നെ ഓപ്ഷണലായിട്ട് ഞാനിന്ന് ഇവിടെ ഒരു മാർക്കറും സ്കെയിലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴയ തുണികൾ, ഒരു കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രബ്ബർ, നൈലോൺ ബ്രഷ്, പിന്നെ ഒരു കാർഡ് ബോർഡ്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കവറിന് അയക്കുന്നത്, അവിടെ ഒരു കർവ് ആയ കാരണം ചളിനാനുള്ള ചാൻസ് ഭയങ്കര അധികമാണ്. അപ്പോൾ നമുക്ക് ഒരു 6mm അല്ലെങ്കിൽ ബോൾട്ടും 3 8mm ബോൾട്ട് അയച്ചെടുക്കാം. കണ്ടോ, ഇവിടെ ചളിയുണ്ട്. ഇവിടെ ചളി ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര അധികമാണ്. എല്ലാ ബൈക്സിനും ഓൾമോസ്റ്റ് എപ്പോഴും ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കവർ അഴിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വണ്ടി ഇപ്പോൾ പെഡോക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയിൻ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. നമ്മളിവിടെ ചെയിൻ ക്ലീനർ ഏജൻറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു സീൽഡ് ചെയിനാണ്. ചെയിൻ 2 ടൈപ്പ് ഉണ്ട്, സീൽഡ് ചെയിനും പ്ലെയിൻ ചെയിനും. പ്ലെയിൻ ചെയിൻ നിങ്ങൾക്ക് എന്ത് വെച്ച് വേണമെങ്കിലും വാഷ് ചെയ്യാം. പക്ഷേ ഒരു സീൽഡ് ചെയിൻ നമ്മൾ കെയറോട് കൂടിയിട്ട് വേണം വാഷ് ചെയ്യാൻ. അതിൽ പെട്രോള് അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനർ, ബ്രേക്ക് ക്ലീനർ ഒന്നും യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പാടില്ല. അത് അതിൻ്റെ ഓറിങ് ഡാമേജ് ആക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യുന്നത്. ചെയിൻ ക്ലീനറില്ലെങ്കിൽ നിങ്ങൾക്ക് കെറോസിൻ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടു നടക്കാനും സ്പ്രേ ചെയ്യാനൊക്കെ എളുപ്പം ചെയിൻ ക്ലീനറാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെയിൻ ക്ലീനറും MC-Care C1 എല്ലായിടത്തും സ്പ്രേ ചെയ്യാൻ പോവാണ്. നേരത്തെ ഞാനൊരു കാർഡ് ബോർഡ് എടുത്തിരുന്നു. അത് എന്തിനാണെന്നത് കാണിച്ചു തരാം. നമ്മൾ ഈ ഭാഗം സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാർഡ് ബോർഡ് ബാക്കിൽ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ ടയറിലേക്കും ഡിസ്ക് ബ്രേക്കിലേക്ക് കാണാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കാർഡ് ബോർഡ് യൂസ് ചെയ്യണം. നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ചെയിൻ ക്ലീനർ സ്പ്രേ ചെയ്തിട്ട് ഇവിടുത്തെ ഡേർട്ടൊക്കെ കളഞ്ഞ ശേഷം നമുക്കൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെയിനും സ്പ്രോക്കറ്റും നന്നായി ക്ലീൻ ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, ബൈക്ക് റണ്ണിങ്ങിൽ വെക്കരുത്. ഓഫ് ചെയ്ത ബൈക്കിൽ മാത്രം ചെയ്യുക പ്ലീസ്. നമ്മുടെ നൈലോൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയിനൊന്ന് നന്നായി ക്ലീൻ ചെയ്യുക. ബ്രാസ് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യരുത്. അതിൻ്റെ സീല് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബൈക്ക് ന്യൂട്രാക്കിയ ശേഷം ചെയിനും ഇന്നർ സ്പ്രോക്കറ്റും ബാക്ക് സ്പ്രോക്കറ്റും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് വീല് കറക്കിയിട്ട് ക്ലീൻ ചെയ്യുക. വേറൊരു ഫ്രണ്ടിൻ്റെ സഹായം ഈ ടൈമിൽ ചോദിക്കരുത്. സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് ക്ലീൻ ചെയ്യുമ്പോൾ വീല് ഓപ്പോസിറ്റ് കറക്കിയിട്ട് ക്ലീൻ ചെയ്യുക. വിരൽ പെടാത്ത പോലെ കെയർ ചെയ്തിട്ട് ചെയ്യുക. കുറച്ച് ടൈം എടുത്താലും വൃത്തിയിൽ തന്നെ ചെയ്യുക. അപകടമൊന്നും വരുത്തിക്കരുത്. ഒരു 1-2 വട്ടം റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ നന്നായിട്ട് ക്ലീൻ ആവണ വരെ. ഫ്രണ്ട് സ്പ്രോക്കറ്റ് കവറിൻ്റെ ഉൾവശം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയിൻ കംപ്ലീറ്റ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. സ്പ്രോക്കറ്റും ചെയിനും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഫ്രണ്ട് സ്പ്രോക്കറ്റ് ആണെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സായ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഏറ്റവും ഫസ്റ്റ് 22mm സ്പാനർ ഉപയോഗിച്ചിട്ട് ആക്സിലിനിട്ട് ലൂസ് ചെയ്യാം. വെച്ചെടുക്കേണ്ട, ലൂസ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റർ മെക്കാനിസം. Duke250 RC200 സിമിലർ മെക്കാനിസം തന്നെയാണ്. നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്ലാക്നെസ്. ഒരു
കറക്റ്റ് സ്ലാക്ക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ മാനുഫാക്ചർ തന്നെ നമുക്ക് ഒന്നെങ്കിൽ മാനുവലോ അല്ലെങ്കിൽ ഇതുപോലെ ചെയിൻ കവറിൽ ഡയഗ്രാം തന്നിട്ടുണ്ടാവും. ഓരോ ബൈക്കിനും ഓരോ സ്ലാക്കാണ്. ഈ ബൈക്കിന് ഇപ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്തേക്കുന്ന സ്ലാക്ക് ഈ ചെയിൻ ഗാർഡിൽ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ മാനുവലിൽ ഉണ്ടാവും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഡയഗണൽ ഭാഗം, അതായത് ഈ സെക്ഷൻ തൊട്ട് ചെയിൻ മോളിലേക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഡിസ്റ്റൻസ്, ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് 5 to 7 mm. അതാണ് ഇതിൻ്റെ റെക്കമെൻഡഡ് സ്ലാക്ക്. ചെയിൻ ഐഡിയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈഡറിൻ്റെ വെയിറ്റ്, അല്ലെങ്കിൽ റൈഡറും പില്യൺ റൈഡറും കൂടിയിട്ടാണോ ബൈക്കിൽ ഡെയിലി യാത്ര ചെയ്യാറ്. അതായത് കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ സ്ലാക്നെസ് അല്ലെങ്കിൽ ഫ്രീ പ്ലേ കുറച്ച് കൂട്ടിയിടണം. വെയിറ്റ് കുറവാണെങ്കിൽ സ്ലാക്നെസ് കുറച്ച് മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ചെയിൻ ടൈറ്റിങ്ങിലേക്ക് എടുക്കാം. ആദ്യം ഈ 14 mm നെറ്റ് ലൂസ് ചെയ്യുക. നെറ്റ് ലൂസ് ചെയ്തിട്ടതിന് ശേഷം ഈ 10 mm ബോൾട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് അഡ്ജസ്റ്റ് ചെയ്യണതനുസരിച്ച് ഇവിടെ ചെയിൻ ടൈറ്റ് ആവുന്നത് നമ്മൾ കാണാൻ പറ്റും. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ അധികാരം നോക്കാത്ത കാര്യമാണ് ചെയിൻ്റെ അലൈൻമെൻറ്റ്, ചെയിൻ്റെയും വീലിൻ്റെയും അലൈൻമെൻറ്റ്. ആ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ചെയിൻ്റെ വെയർ പെട്ടെന്നാവും. പിന്നെ ടയർ ഒരു സൈഡ് ചെത്തിപ്പോകാനുള്ള ചാൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഡ്യൂക്കിൻ്റെ ചെയിൻ അലൈൻമെൻറ്റിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്സും സ്വിംഗ് ആമിലുള്ള ഈ മാർക്കുമാണ്. ഇത് ഇവിടെ എങ്ങനെയാണോ അത് സെയിം റൈറ്റ് സൈഡിലും കൊണ്ടുവരണം. റൈറ്റ് സൈഡും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഈ നെറ്റ് ആദ്യം ലൂസ് ചെയ്യുക, പിന്നെ ഇതും ലൂസ് ചെയ്യുക, എന്നിട്ട് ഈ റെഫറൻസ് മാർക്ക് സെയിം ആക്കുക. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. കാരണം ഈ അലൈൻമെൻറ്റ് ഇതിൽ മാത്രം നോക്കരുത്. കാരണം ഈ സ്ലൈഡറിനും ഒരു പ്ലേ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു വേയും കൂടി പറഞ്ഞുതരാം. നമ്മൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് ഈ സ്വിംഗ് ആമിനെ കൂടി ഒരു മാർക്കിങ് കൂടി ചെയ്യാൻ പോവാണ്. അതായത് ഈ എഡ്ജ് വിട്ടൊരു 1 cm വിട്ടിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെയിൻ അലൈൻമെൻറ്റ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിംഗ് ആമിൽ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഈ മാർക്കിനോട് നമുക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം, ഈ മാർക്കിനോട് ഈ സ്ലൈഡറിൻ്റെ ഈ എഡ്ജ് കോയിൻസൈഡ് നിൽക്കുന്നുണ്ട്. സെയിം ആണോ റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കാം. റൈറ്റ് സൈഡ് നമുക്ക് നോക്കാം, നമ്മളിട്ട മാർക്കിന് സെയിം ആയിട്ട് തന്നെയാണ് ഈ എഡ്ജ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെയിൻ അലൈൻമെൻറ്റ് കറക്റ്റാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ചെയിൻ അലൈനതിന് ശേഷം ആക്സിലേറ്റർ ഒന്ന് മീഡിയം ആയിട്ട് ടൈറ്റ് ചെയ്യുക. മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സ്ലാക്നെസ് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം കറക്റ്റാണ്. അത് എല്ലാ സെക്ഷനിലും ചെക്ക് ചെയ്യണം. സെയിം വെയർ ആവണമെന്നില്ല എല്ലായിടത്തും. ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ശേഷം ഈ ആക്സിലിനെട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. ആക്സിലിനെട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡറിൻ്റെ ഈ 10 mm ബോൾട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ സ്ലൈഡറിൽ കറക്റ്റായിട്ട് തട്ടി നിൽക്കണ പോലെ. പിന്നെ ഈ 10 mm സ്പാനർ ലോക്ക് ചെയ്തതിന് ശേഷം ഈ 14 mm നെറ്റ് കൊണ്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ ലൂബിങ്ങിലേക്ക് കിടക്കാം. ചെയിൻ്റെ വെയർ കുറയാനും ലൈഫ് കൂടാനും ചെയിൻ്റെ ലൂബ്രിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സീൽഡ് ചെയിനാണ്. അപ്പോൾ നമുക്ക് എവിടെ ലൂബ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ചെയിനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് ഈ 2 സൈഡിലുള്ള ഓറിങ്സ് ആണ്. പിന്നെ ഈ റോളേഴ്സിൽ ഒരു മീഡിയം ലെവലിൽ ലൂബ്രിക്കേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടി മാത്രം, അതായത് ഇവിടെ റസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ലൂബ് ചെയ്താൽ മതി. ഇവിടെ കുറേ പേര് ഭയങ്കര അധികമായിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ലൂബിങ്ങിലേക്ക് കിടക്കാം. ലൂബ് ചെയ്യുമ്പോൾ ഡിസ്ക് ബ്രേക്കിലേക്ക് ആവാണ്ട് നോക്കുക. ഡിസ്ക് ബ്രേക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കുറയാനും പിന്നെ അവിടെ ഡെർട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടും. നമ്മൾ അയച്ച ഫ്രണ്ട് പോക്കറ്റ് കവർ റീഫിറ്റ് ചെയ്യുക. ലൂബിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടൊന്ന് മെല്ലെ തുടച്ചെടുക്കുക. കൂടുതൽ ലൂബായി കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് ടയറിലേക്കും ബ്രേക്ക് ഡിസ്കിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് തുടച്ചെടുക്കുക. നമ്മൾ ചെയിൻ ലൂബ് തന്നെ യൂസ് ചെയ്തതിന് ഒരു കാരണം കൂടി ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് പ്ലെയിൻ ചെയിൻസിനും അല്ലെങ്കിൽ 100cc ബൈക്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗിയർ ഓയിൽ നല്ലതാണ്. നമ്മൾ ഈ ലൂബ് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂബിന് ഒരു സ്റ്റിക്കിനെസ് പ്രോപ്പർട്ടി ഉണ്ട്. അത് ഈ ഓറിങ്ങിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ഈ ഓറിങ്ങിൻ്റെ ലൈഫ് കൂട്ടാനും ചെയിൻ ലൂബിനെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമുക്കറിയാം ഇതൊരു ഫാസ്റ്റായിട്ട് പോകുന്ന ബൈക്കാണ്. എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഞ്ചിൻ ഓയിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ചെയിൻ നല്ല ലൈഫ് കിട്ടാനും നോയ്സ് ഇഷ്യൂസൊന്നും ഇല്ലാതിരിക്കാനും ഈ ചെയിൻ സ്ലൈഡർ റബ്ബറും സ്പ്രോക്കറ്റ് ബെയറിങ്ങും പീരിയോഡിക്കലി മാറുക.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ അടിപൊളിയായിട്ടുണ്ടാവും, നല്ല ലൈഫ് കിട്ടും, പിന്നെ നോയ്സ് അല്ലെങ്കിൽ വൈബ്രേഷൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, പിന്നെ ഫീഡ്ബാക്ക്സ് സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.